ദൈവപുത്രന് വീഥിയൊരുക്കുവാൻ സ്നാപക യോഹന്നാൻ വന്നു. നമസ്കാരം. ഒരു ഗാനം കേട്ടിട്ട് നമുക്ക് അങ്ങ് തുടങ്ങാം. ചക്രവാളം തൊട്ട് ചക്രവാളം വരെ ശബ്ദത്തോടും കേട്ടല്ലോ. ചക്രവാളം മുതൽ ചക്രവാളം വരെ ശബ്ദ കൊടുങ്കാറ്റുയർന്നു. ഇതൊരു ഗാനത്തിന്റെ പല്ലവിയല്ല, ആദ്യ പല്ലവിയല്ല, അവസാന പല്ലവിയാണ്. ചക്രവാളം മുതൽ ചക്രവാളം വരെ ശബ്ദ കൊടുങ്കാറ്റുയർന്നു. ഇതെന്താ ഇവിടെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ കാരണമുണ്ട്. മലയാള ചലച്ചിത്ര വേദിയിലെ മലീമസമായ ചില പുഴുക്കുത്തുകളെ അല്ലെങ്കിൽ ചില പ്രവണതകളെ ഇല്ലാതാക്കുവാൻ വേണ്ടി, സംശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാകുന്ന ആ ഒരു ശബ്ദ കൊടുങ്കാറ്റിൽ പല തലകളും ഇളകി തെറിക്കുകയുണ്ടായി. ആ ശബ്ദ കൊടുങ്കാറ്റിൽ ഇളകിത്തെറിക്കാത്ത അല്ലെങ്കിൽ ആ ശബ്ദ കൊടുങ്കാറ്റിൻ ചിറകടിയേൽക്കാത്ത രത്നസിംഹാസനങ്ങളില്ല എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ബഹുമാനപ്പെട്ട വിശ്വാസികൾ തെറ്റിദ്ധരിക്കരുത്. സ്നാപക യോഹന്നാന്റെ വരവറിയിച്ചുകൊണ്ടുള്ള ഒരു ഗാനമായി തന്നെയാണ് വയലാർ രാമവർമ്മ ഈ ഗാനത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്നാപക യോഹന്നാനുമായി ഞാൻ താരതമ്യം ചെയ്യുന്നില്ല. സ്നാപക യോഹന്നാന്റെ വരവുമായി ബന്ധപ്പെട്ട് വയലാർ രാമവർമ്മ എഴുതിയ ഗാനം കടം കൊണ്ട് ഈ സന്ദർഭത്തെ ഒന്ന് വിശേഷിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് സദയം ക്ഷമിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയോട് കൂടി തന്നെയാണ് ഈ വിഷയത്തിലേക്ക് കിടക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടാകുന്ന ശബ്ദ കൊടുങ്കാറ്റ് വന്നതോടുകൂടി ആ കൊടുങ്കാറ്റിൻ ചിറകടിയേൽക്കാത്ത രത്നസിംഹാസനമില്ല എന്ന് പറഞ്ഞതിനെ ഞാൻ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നു. മലയാള ചലച്ചിത്ര സാമ്രാജ്യത്തിലെ ശക്തിയുക്തമായ ഒരു സിംഹാസനം തന്നെയാണ് അമ്മ എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി പദം. അതായത് ഈ സാമ്രാജ്യത്തിലെ, മലയാള ചലച്ചിത്ര സാമ്രാജ്യത്തിലെ ശക്തിയുക്തമായ സംഘടനയാണ് അമ്മ. അമ്മയുടെ ജനറൽ സെക്രട്ടറി പദം എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് വലിയ ഒരു പദം തന്നെയാണ് മലയാള സിനിമാ വേദിയെ സംബന്ധിച്ചിടത്തോളം. ഈ സിംഹാസനമാണ് ഈ കൊടുങ്കാറ്റിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആ കൊടുങ്കാറ്റിന്റെ ചിറകടിയേറ്റ് ഈ സിംഹാസനം തവിട്ട് പൊടിയായി. കാരണം ആ സിംഹാസനത്തിൽ ഇരുന്ന ആൾ തെറിച്ചുപോയി. ഒന്നുകൂടി ഈ ഗാനം ഒന്ന് കേൾക്കാം. കൊടുങ്കാറ്റിൻ ചിറകടിയേൽക്കാത്ത ചക്രവർത്തി പദമില്ല. കേട്ടല്ലോ. ഈ പാട്ടിന്റെ ഈ വരി കേട്ടപ്പോൾ എല്ലാവരുടെയും സംശയം തീർന്നല്ലോ. ആ ചിറകടിയേറ്റ് ഈ സിംഹാസനം തവിട്ട് പൊടിയായി തെറിച്ച് ദൂരെ പോയി, പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്നുള്ള അവസ്ഥയിലേക്ക് മാറി. ഇതുകൊണ്ടും ഗാനം അവിടെ നിർത്തുന്നില്ല വയലാർ. പിന്നെയുണ്ട്, ഇതിൽ വീണ്ടും എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൂടി ഒന്ന് കേട്ടാലോ? കേൾക്കാം. കൊടുങ്കാറ്റിൽ ഇളകിത്തെറിക്കാത്ത രത്നസിംഹാസനമില്ല. കേട്ടല്ലോ. ഇവിടെ ഏതാ ഈ ചക്രവർത്തി? വേറെ തെറ്റിദ്ധരിക്കണ്ട. മലയാള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനം ഒരു ചക്രവർത്തി പദം തന്നെയാണ് സിനിമയെ സംബന്ധിച്ചിടത്തോളം. ആ ചക്രവർത്തി പദത്തിൽ വാണരുളിയിരുന്നത് ആരാണാവോ? അറിയില്ലേ? മലയാള ചലച്ചിത്ര തിരക്കഥാ രംഗത്ത് ചെങ്കോലും കിരീടവും വച്ച് വിരാജിച്ചിരുന്ന രഞ്ജിത്ത് എന്ന സംവിധായകൻ തന്നെയാണ്. മലയാള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തിരുന്ന രഞ്ജിത്തും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആകുന്ന കൊടുങ്കാറ്റിൽ ഇളകിത്തെറിച്ച് ദൂരെ പോയി ഇല്ലേ? അപ്പോ ഈ കൊടുങ്കാറ്റിൻ ചിറകടിയേൽക്കാത്ത രത്നസിംഹാസനമില്ല, ഈ കൊടുങ്കാറ്റിൽ ഇളകിത്തെറിക്കാത്ത ചക്രവർത്തി പദമില്ല. ഇനി ആരുടെയൊക്കെ തല ഉരുളും എന്നുള്ളത് അറിയാൻ സാധിക്കില്ല. അവസാനം വയലാർ ഈ പാട്ടിൽ പറഞ്ഞു വച്ചിരിക്കുന്നത് എന്താണ്? ഹെറോദിയാസിന്റെ അന്തഃപുരത്തിലെ രാജകുമാരി സലോമിയുടെ നൃത്തത്തിൽ ഹെറോദിയാസിന്റെ അന്തഃപുരത്തിലെ രാജകുമാരി സലോമി യോഹന്നാന്റെ ശിരസ്സറുത്തെന്നൊരു മോഹിനിയാട്ടം നടത്തി. അപ്പോൾ യോഹന്നാന്റെ ശിരസ്സറുത്ത് മേടിച്ചുകൊണ്ടാണ് സലോമി മോഹിനിയാട്ടം നടത്തിയത്. അപ്പൊ ഇവിടെ ആരൊക്കെയാണ് ശിരസ് കൊടുക്കേണ്ടി വന്നത്? മലയാള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആ സ്ഥാനം കൊടുക്കേണ്ടി വന്നു. ആ സ്ഥാനത്തിന്റെ, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തിന്റെ കഴുത്തറുത്തു ഈ സലോമി. ഏത് സലോമി? ഹേമ കൊടുങ്കാറ്റ്, ഹേമ കമ്മിറ്റി ആകുന്ന ഈ സലോമി അറുത്തുമാറ്റി ഇല്ലേ? പിന്നെ എന്താ സംഭവിച്ചത്? ഇളകിത്തെറിച്ച രത്നസിംഹാസനം വേറെ ഏതാണ്? സിദ്ദിഖ് ഇല്ലേ? സിദ്ദിഖ് ആരായിരുന്നു? അമ്മയുടെ ജനറൽ സെക്രട്ടറി പദത്തിൽ വാണരുളിയിരുന്ന ആൾ തന്നെയായിരുന്നു. എല്ലാവിധ പ്രൗഢിയോടും കൂടി മലയാള ചലച്ചിത്ര സാമ്രാജ്യത്തിലെ ശക്തിയുക്തമായ സംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി പദത്തിൽ ആ സിംഹാസനത്തിൽ അമർന്നിരുന്ന് ആ ചലച്ചിത്ര സാമ്രാജ്യം ഭരിച്ചിരുന്ന സിദ്ദിഖിന്റെയും തല തെറിച്ചു. യോഹന്നാന്റെ ശിരസ്സറുത്തെന്നൊരു മോഹിനിയാട്ടം നടത്തി
എന്ന് പറഞ്ഞാൽ സലോമി യോഹന്നാന്റെ ശിരസ്. ഇവിടെ യോഹന്നാൻ ആരാ എന്ന് ചോദിച്ചാൽ ഞാനത് വ്യക്തമാക്കുന്നില്ല ഒരു കാരണവശാലും. യോഹന്നാൻ എന്ന സ്നാപക യോഹന്നാൻ എന്ന വിശുദ്ധനെ ഇവരാരുമായും ഞാൻ താരതമ്യം ചെയ്യുന്നില്ല. വയലാർ ഈ പാർട്ടിൽ യോഹന്നാനെ കൊണ്ടുവന്നത് കൊണ്ട് മാത്രമാണ് ചില ഉപമകൾ നടത്തിയത്. ഇവിടെ എന്തായാലും ഈ ഹേമ കമ്മിറ്റി എന്ന ആ റിപ്പോർട്ട് വന്നതോടുകൂടി ആ റിപ്പോർട്ടാകുന്ന കൊടുങ്കാറ്റിൽ എന്തൊക്കെ ഇളകിത്തെറിച്ചു, എത്ര രത്നസിംഹാസനങ്ങൾ ഇളകിത്തെറിച്ചു, എത്ര ചക്രവർത്തി പദങ്ങൾ ഇളകിത്തെറിച്ചു. ഇനി എത്രയെത്ര തലകൾ ഉരുളും, എത്രയെത്ര ചക്രവർത്തിമാർ തെറിക്കും, എത്രയെത്ര രത്നസിംഹാസനങ്ങൾ തെറിക്കും, എത്രയെത്ര ചക്രവർത്തിമാരുടെ തലകൾ പൂഴിയിൽ വീണുരുളും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം. അപ്പോ ഈ ഗാനത്തിന്റെ വരി ഒന്നുകൂടി നമുക്കൊന്ന് കേൾക്കാം.